നമസ്തേ. നമ്മൾ താമസിക്കുന്ന മുറിയോ വീടോ നിരന്തരം വൃത്തിയാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതുപോലെ തന്നെയാണ് നിരന്തരം ശാരീരിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കുന്ന ജോലി ചെയ്യുന്നത് വൃക്കകളാണ്. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ശരീരത്തിൽ തുടർച്ചയായി ആ ശുചീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. വൃക്കകൾക്ക് എന്ത് തകരാറ് സംഭവിച്ചാലും അത് ശരീരത്തിൻ്റെ ശുചീകരണ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും ശരീരത്തിന് പല രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വൃക്കകളുടെ സംരക്ഷണം വളരെ പ്രധാനമാണ്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പല ലക്ഷണങ്ങളും വൃക്കകളുടെ രോഗലക്ഷണങ്ങൾ ആയേക്കാം. കാലുകളിൽ നീര് വരിക, മുഖത്ത് നീര് വരിക, മൂത്രത്തിന് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവുക, പോകുന്ന ഭാഗത്ത് ചൊറിച്ചിലുണ്ടാവുക, ചെറിയ യൂറിനറി ഇൻഫെക്ഷൻ, ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന യൂറിനറി ഇൻഫെക്ഷൻ, ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം ഒരു വൈദ്യസഹായം തേടുക. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചെയ്യുക തുടങ്ങിയ പ്രധാന കർമ്മങ്ങളിലും വൃക്കകൾക്ക് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതശൈലിയും ജീവിതശൈലി രോഗങ്ങളും വൃക്കയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രമേഹം, രക്തസമ്മർദ്ദം, അമിതവണ്ണം തുടങ്ങിയ രോഗങ്ങളുള്ളവർക്ക് വൃക്കാരോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തെറ്റായ ആഹാരക്രമങ്ങളും ദീർഘകാലമായി ഉപയോഗിക്കുന്ന ചില മരുന്നുകളും വൃക്കകളുടെ രോഗങ്ങൾക്ക് കാരണമാകാം. വൃക്കകളെ ബാധിക്കുന്ന രോഗങ്ങളെ കൃത്യസമയത്ത് ചികിത്സിച്ചില്ല എങ്കിൽ അത് കിഡ്നി ഫെയിലുവറിലേക്ക് പോവുകയും ഡയാലിസിസ് പോലുള്ള ചികിത്സകൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. ആയുർവേദത്തിൽ വൃക്കകളെ സംരക്ഷിക്കുന്ന ചികിത്സാ രീതികൾ പറയുന്നുണ്ട്. കൃത്യമായ ഇടവേളകളിൽ ചെയ്യുന്ന ശോധന ചികിത്സകൾ നിങ്ങളുടെ വൃക്കകളെ സംരക്ഷിക്കാൻ സഹായിക്കും. മാത്രമല്ല, വൃക്കകളെ ബാധിക്കുന്നതോ ബാധിക്കാൻ സാധ്യതയുള്ളതോ ആയ രോഗങ്ങളെ കൃത്യസമയത്ത് ആയുർവേദ ചികിത്സയിലൂടെ പരിഹരിക്കുക. ഏതൊരു രോഗലക്ഷണം വന്നാലും ഒരു വൈദ്യനിർദ്ദേശം സ്വീകരിക്കുക, കൃത്യമായ ചികിത്സ എടുക്കുക, നിങ്ങളുടെ വൃക്കകളെ സംരക്ഷിക്കുക.